ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഇന്നത്തെ അല്ല, 10-ാം തീയതി, അതായത് 10/5/2024 കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണേ. അപ്പം ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇത് രാവിലെ 4:45 ഞാൻ വിളക്ക് കൊളുത്തുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഈ അവധി സമയത്ത് എന്തിനാണ് ഇത്രയും രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കൊളുത്തിയെന്നല്ലേ. ഞങ്ങൾക്ക് ഒരു അമ്പലം വരെ പോകണം. അപ്പം അതുകൊണ്ട് നമ്മൾ എത്ര അമ്പലത്തിൽ പോയാലും നമ്മളെ വീട്ടിലുള്ള വിളക്ക് കൊളുത്തണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വിളക്ക് കൊളുത്തിയിട്ട് പോവുകയാണ്. അതേ നമ്മൾ എത്തി. ഞങ്ങൾക്ക് നെടുമങ്ങാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലാണ് എത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കിയപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇതിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി വോയിസ് ഓവർ കൊടുക്കാമെന്നാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഇത്രയും ദൂരം ഈ അമ്പലത്തിൽ വരാനൊരു കാരണമുണ്ട്. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. ഞങ്ങൾ വിവാഹം നടന്ന ക്ഷേത്രമാണ് കേട്ടോ. അപ്പം ദേ അമ്പലത്തിൽ തൊഴുത് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ മക്കളെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഞങ്ങള് അച്ഛനും അമ്മയും മാത്രം, അതായത് ഭാര്യയും ഭർത്താവും മാത്രമേ വന്നിട്ടുള്ളൂ. മക്കള് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ശിവചേട്ടൻ. അപ്പൊ ദാ അമ്പലത്തിൽ തൊഴുത് നേരെ തിരിച്ചു വരുന്ന വഴിക്ക് കുറവങ്ങോട്ട് അലങ്കാർ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ അടുത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പുറത്തുനിന്നാക്കാം, എനിക്ക് കാപ്പി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയറി. ചേട്ടൻ ഒരു മസാല ദോശയും ഞാനൊരു ഗീ റോസ്റ്റുമാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ദോശയൊക്കെ വന്നു, എൻ്റെ നെയ് റോസ്റ്റൊക്കെ വന്ന്. അപ്പം ഇനി ഇത് ഞാൻ കഴിക്കട്ടെ. ഇത് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ടാണ് കൈ മാറി തിരിഞ്ഞു കാണുന്നത് കേട്ടോ. അപ്പം ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ എവിടെ കയറിയാലും ആര് കയറിയാലും വാങ്ങുന്ന ഒരു സാധനമാണ് ഈ ഫിൽറ്റർ കോഫി. അപ്പം ഞാനും ഒരു ഫിൽറ്റർ കോഫി വാങ്ങിച്ചു. ചേട്ടന് കോഫിയെക്കാളും ചായയാണ് ഇഷ്ടം. അതുകൊണ്ട് ചേട്ടനൊരു ചായയും മേടിച്ചു. അപ്പം അങ്ങനെ ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, പാഴ്സലായിട്ട് മേടിച്ചു. അപ്പം ഇന്നത്തെ തമ്മനയിലിൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണല്ലോ. ഇന്ന് ഞങ്ങളുടെ 14-ാം വിവാഹ വാർഷികമാണ് കേട്ടോ. അപ്പം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നു. മക്കളെ കൊണ്ടുപോയില്ല, കാരണം അവർ നല്ല ഉറക്കമായിരുന്നു. അപ്പം അവരുടെ അച്ഛനെ സംബന്ധിച്ച് ആരെയും അങ്ങനെ വിളിച്ചുണർത്തി പോവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മക്കളെ കൊണ്ടുപോയില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ഞങ്ങൾ പോയത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അമ്പലത്തിലാണ് കേട്ടോ. ഇവിടെയൊന്നുമല്ല, നെടുമങ്ങാട് മുത്തുമാരിയമ്മൻ കോവിലിൽ വെച്ചായിരുന്നു കല്യാണം കഴിഞ്ഞത്. അപ്പം അവിടെയാണ് പോയത്. പിന്നെ രാവിലെ ഞങ്ങളുടെ പാറക്കോവിലുണ്ടല്ലോ, ഇവിടെ തൊട്ടടുത്ത അമ്പലം, ഞാൻ ഇന്നാൾ ഉത്സവത്തിന്റെയും പ്രോഗ്രാമിന്റെ ഒക്കെ ഇതിട്ടില്ലേ, അവിടെയും കയറി. പക്ഷെ അവിടെ കയറി എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഹസ്ബൻഡിന് ഇന്ന് ജോലിക്ക് പോകണമെന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് വരണമായിരുന്നല്ലോ, അതുകൊണ്ട്. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും വാങ്ങിയിട്ടാണ് വന്നത്. ഇനി ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഈ 14 വർഷം എന്ന് പറയുമ്പോൾ ഒരുപാട് അടിയും സ്നേഹവും സങ്കടവും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ലൈഫായിരുന്നു. ഒരുപാട് ടെൻഷൻസും ഒരുപാട് സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ അതിനേക്കാൾ ഇരട്ടി സന്തോഷവും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ അതിന് ദൈവങ്ങളുടെ അടുത്തൊന്ന് നന്ദി പറയണമല്ലോ. അങ്ങനെ പോയതാണ്. പിന്നെ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഭയങ്കര വലിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് പുള്ളിക്ക് അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ചു തരിക അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ല. 14 വർഷമായി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ കഴിഞ്ഞ 13 വർഷവും പുള്ളി ഒന്നും ഒരു ദിനം, അതായത് ബർത്ത്ഡേക്കായാലും വെഡിങ് ആനിവേഴ്സറിക്കായാലും അങ്ങനെ ഒരു പ്രത്യേക ദിവസവും ഒന്നും വാങ്ങി തന്നിട്ടൊന്നുമില്ല ഗിഫ്റ്റ് എന്നും പറഞ്ഞ്. അല്ലാതെയൊക്കെ വാങ്ങിച്ചു തരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പുള്ളിയെ കൊണ്ട് പറ്റുന്നത് വാങ്ങിത്തരും. ഇപ്പം പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ പറ്റുന്ന സമയം വരുമ്പോൾ വാങ്ങിത്തരും. ഇല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമുള്ള സാധനമാണെന്ന് തോന്നിയാൽ വാങ്ങിത്തരും. അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പം ഒന്നും വാങ്ങിത്തരാറില്ല. പക്ഷെ ഇന്ന് എന്നെ ഞെട്ടിച്ചു. ഇന്നലെ രാത്രി 12 മണിയായപ്പോൾ അച്ഛനും മൂത്ത മോളും കൂടെ ചേർന്ന് എന്നെ വിളിച്ചുണർത്തി. അപ്പൊ ഞാൻ പെട്ടെന്ന്
ഞാൻ ഇപ്പം അവധി സമയമാണല്ലോ, സ്കൂൾ വെക്കേഷൻ അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അലാം വെച്ചൊന്നും അല്ല എണീക്കുന്ന. ഇച്ചിരി താമസിച്ച് എണീച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഇതിൽ പതുക്കെയാണ് എണീക്കുന്നത്. അപ്പോഴത്തേക്ക് ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, രാവിലെ 5 മണിക്ക് നീ റെഡിയായി നിൽക്കുകയാണെങ്കിൽ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഇന്ന് അമ്പലത്തിൽ പോകണം, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രാവിലെ എണീക്കാൻ വേണ്ടി 4 മണിക്ക് അലാറം വെച്ചിരുന്നു. കാരണം നമുക്ക് എഴുന്നേറ്റ് കുളിക്കണം, പിന്നെ ഇത് വിളക്കൊക്കെ കൊളുത്തിയിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ 4 മണിക്ക് അലാറം വെച്ചിരുന്നേ. അപ്പൊ ഇവരിങ്ങനെ എന്നെ വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ദൈവമേ അലാം ഇനി ഓഫ് ആയിരുന്ന, നേരമൊക്കെ വെളുത്തെന്നും പറഞ്ഞ് ചാടി ഇങ്ങനെ കിളി പോയാണ് എണീറ്റ. കാരണം ഞാൻ ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിടന്നത്. അപ്പൊ അതും കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ഈശ്വരാന്ന് പറഞ്ഞ കിളി പോയി എണീറ്റപ്പോഴത്തേക്ക് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് തന്നു കേട്ടോ. ഞാനങ്ങ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ 14 വർഷത്തിനിടയിൽ പുള്ളി ഒന്നും വാങ്ങി തന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ നല്ലൊരു എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാമേ. ഫാസ്റ്റ് ട്രാക്കിന്റെ സ്മാർട്ട് വാച്ച് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ വാച്ച്. കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ അതിൽ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അതിൻ്റെ. കൊള്ളാമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ വാച്ച് ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായോ? ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഈ വർഷം. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയി പോയി. എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ ഉള്ള ബോധമൊക്കെ വെച്ച് തുടങ്ങിയിരിക്കുന്നു. 14 വർഷമായപ്പോഴത്തേക്കെങ്കിലും അങ്ങനെ ഒരു ബോധം വെച്ച് തുടങ്ങിയല്ലോ. ഹാപ്പി. അപ്പൊ ഇനി ഡ്രസ്സൊക്കെ മാറ്റണം. അമ്പലത്തിലൊക്കെ പോയി കാപ്പി കുടിയും കഴിഞ്ഞു. ഇനിയിപ്പൊ ഡ്രസ്സ് മാറ്റണം. ഡ്രസ്സ് മാറ്റി ഉച്ചത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ബിരിയാണിയും ചിക്കൻ അങ്ങനെയൊന്നുമല്ല, നാടനാണ് കേട്ടോ. എല്ലാം നാടൻ ഐറ്റംസ് ആണ്. പ്ലാൻ ചെയ്തിരിക്കുന്നത് ചോറ്, കപ്പ, മീൻകറി, മീൻ പൊരിച്ചത്, പിന്നെ ചക്കക്കുരുവും കീരയും കൂടെ ഇട്ടൊരു തോരനും. പിന്നെ ഒഴിച്ചുകറിയായിട്ട് മീൻകറി ഉള്ളത് കൊണ്ട് ഹസ്ബൻഡിന് പ്രത്യേകിച്ച് കറി ഒഴിച്ചുകറി വേണം എന്നില്ല. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു, എങ്കിൽ പിന്നെ മക്കളുടെ ഇഷ്ടത്തിന് റെഡിയാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മള് പരിപ്പ് വെക്കാന്ന് വിചാരിച്ചു. പരിപ്പും പപ്പടവും. പിന്നെ ഒരു പായസം വെക്കണം. എന്തായാലും പായസം ഞാൻ വെക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡിന് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും എനിക്ക് അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ എല്ലാ വർഷവും ഈ ദിവസമൊന്നല്ല, ഇപ്പൊ എൻ്റെ ആയാലും ഹസ്ബൻഡിന്റെ ആയാലും ബർത്ത്ഡേക്ക് ആയാലും മക്കളുടെ ബർത്ത്ഡേക്ക് ആയാലും ഒക്കെ ഞാൻ അവരവരുടെ ഇഷ്ടങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കലും അല്ലെങ്കിൽ സദ്യ വെക്കേണ്ടതിന് സദ്യ വെക്കലും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പുള്ളി അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലെന്നേ ഉള്ളൂ. അപ്പൊ ഇന്നിപ്പം ഇത് വാങ്ങിച്ചു തന്നു. ഇന്ന് രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോയി. അപ്പൊ ഇത്രയും കൊണ്ട് തീർന്നു പുള്ളിയുടെ. കേക്ക് വാങ്ങിച്ചു മുറിക്കണം അങ്ങനെയൊന്നും വലിയ താല്പര്യമൊന്നും ഉള്ള ആളൊന്നുമില്ല കേട്ടോ. അപ്പൊ മുമ്പ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ എല്ലാ വർഷവും എല്ലാവരുടെയും ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും എല്ലാ കാര്യത്തിനും ഞാൻ ബേക്ക് ചെയ്ത് എടുക്കുമായിരുന്നു. അപ്പൊ ഇന്നിപ്പം മോക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അവൾക്ക് ബേക്ക് ചെയ്യണം, കേക്ക് ഉണ്ടാക്കി തരണമെന്ന്. അങ്ങനെ ഞാൻ മറ്റേ പ്രീമിക്സ് ഉണ്ടല്ലോ, കേക്കിന്റെ പ്രീമിക്സ് വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പൊ അത് മേടിച്ച് കൊടുത്തു. അങ്ങനെ ആശാത്തി ഇന്നലെ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് എനിക്ക് തോന്നണ ആശാത്തി അതിൽ ഫ്രോസ്റ്റിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വിപ്പിംഗ് ക്രീം ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ഉണ്ട്, എന്നാലും മൂത്ത മോള് തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചപ്പം അത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കേക്ക് കട്ടിങ്ങും കൂടെ കാണിക്കാവേ. പിന്നെ ഞാൻ എന്തായാലും മധുരത്തിന് പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കടലപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ശിവചേട്ടന് അതാണ് ഇഷ്ടം കൂടുതൽ. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, കുറെ നാളായി കടലപ്രഥമൻ ഉണ്ടാക്കിയിട്ട്. അപ്പൊ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പം ഇനിയിപ്പൊ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിച്ചണിലോട്ട് പോട്ടെ. നമ്മൾ അങ്കത്തട്ടിലിട്ട് പോകണം. ഇതിന്റെ കുക്കിംഗ് വീഡിയോസ് ഒന്നും വലുതായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇടയ്ക്ക്. വെച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് വെച്ചതെന്നൊക്കെ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാവേ. അപ്പം ഇന്ന് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഇന്ന് അടുക്കളയിൽ എന്തൊക്കെ ആയിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പം എന്തായാലും അമ്മ കുറേ നേരമായി കയറിയിട്ട് എന്തായാലും കുറച്ചൊക്കെ ആയി കാണും. നമുക്ക് നോക്കിയിട്ട് വരാം.
പരിപ്പായിട്ടുണ്ട്, കപ്പയും ആയിട്ടുണ്ട്, പിന്നെ ചീരത്തോരൻ. ഹായ്. അപ്പതാ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടോ, ഫുള്ള് നേർത്ത് കുളിച്ചൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയായെന്ന് നോക്കാം. ഇതാ ഞാൻ കാണിച്ചു തരാമേ. ക്യാമറ തരും. ഇവിടെ ഇതാ ചോറ് വടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പായസത്തിനുള്ള പരിപ്പ് വേവിച്ചതാണ്. പിന്നെ ഇതാ ഇവിടെ ചീരത്തോരനായി, കപ്പ ഉടച്ചതായി. ഇത് മഞ്ഞപ്പൊടി ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ, കാരണം പുള്ളിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം തേങ്ങ അരയ്ക്കുന്നതിനേക്കാളും, അതുകൊണ്ട് അത് മാത്രമായിട്ട്. പിന്നെ ഇതാ പരിപ്പ് കറിയായി, അത് ശർക്കര ഒരുക്കാൻ വെച്ചേക്കാണ് പായസത്തിന്. ഇത് മീൻ കറിക്കുള്ളത്. ഇതാ മീൻ പൊരിക്കാൻ പാത്രം വെച്ചേക്കുന്നു. അപ്പൊ ഇനി ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മീൻ പൊരിച്ചെടുക്കാമേ. എണ്ണ ഒഴിച്ചെടുത്ത് മീൻ പൊരിച്ചെടുക്കാം. ഇതാണ് ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചെടുത്ത് നല്ല ചൂടായിരിക്കണം. നമുക്ക് തീ ഒരല്പം കുറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ മീനായിട്ടെടുത്ത് വെച്ച് കൊടുക്കാം. മീനൊക്കെ നന്നായിട്ട് പൊരിക്കാൻ തിരക്കി വെച്ചിരുന്നു. നന്നായിട്ട് ഉപ്പും പുളിയെ കടന്നിരിക്കില്ല. മതിക്ക് ഒരുപാട് തിരക്കിയിടണ്ട. നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം അത് ഫ്രൈ ആവട്ടെ. വെഡ്ഡിങ് ഡേ സ്പെഷ്യൽ ലഞ്ച് റെഡിയായി. ചോറ്, മീൻ വറുത്തത്, മീൻ കറി, കപ്പ, ചീരത്തോരൻ, പരിപ്പ് കറി, കടലപ്രഥമൻ, പായസമുണ്ട്. ഇതാ പ്രഥമൻ കഴിക്കാൻ പപ്പടം, പഴം. അപ്പൊ ഇനി നമുക്ക് കഴിക്കാം. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം നമ്മുടെ കേശവദാസുരം വാർഡ് കൗൺസിലർ അംശുചേട്ടൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് കേട്ടോ. അംശുചേട്ടൻ്റെ ഹൗസ് വാമിങ് ആയിരുന്നേ. അപ്പൊ അതിന് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഗിഫ്റ്റ് വാങ്ങാൻ പോയിട്ട് നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ വരാൻ ലേറ്റായി. വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ചേച്ചിയും ചേട്ടനും കേട്ടോ. വളരെ സർപ്രൈസ് ആയിട്ട്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഒരാൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊണ്ടുവന്ന് തരണത് കേട്ടോ. അപ്പോൾ അതാ ഒരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് കട്ട് ചെയ്യണേ. നല്ല അടിപൊളി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ വർഷം മൊത്തം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അയ്യോ എനിക്ക് വയ്യ. അതാ ഞങ്ങൾ രണ്ടുപേരും മധുരം ഇങ്ങനെ. സാധാരണ എല്ലാ വർഷവും ഞാൻ ഉണ്ടാക്കുന്ന കേക്കാണ് കൂടുതലും മുറിക്കാറുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ചേച്ചിയും ചേട്ടനും കേട്ടോ, കലച്ചേച്ചി. അപ്പൊ ചേച്ചി ചേട്ടാ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ. അയ്യോ ഇത് വലിയൊരു ഗിഫ്റ്റ് ആയിപ്പോയി. താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് തന്ന ഗിഫ്റ്റ് കണ്ടു. ഞാൻ എന്ത് ഗിഫ്റ്റാണ് കൊടുത്തതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. സാധാരണ എല്ലാ വർഷവും എല്ലാവരും ചെയ്യും പോലെ ഡ്രസ്സ് തന്നെയാണ് ഞാനും എടുത്തു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് ഈ ബ്ലാക്ക് കളർ മഗ്ഗാണേ കൊടുത്തത്. അപ്പൊ ഇതിനോടകം തന്നെ നിങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇത് നല്ല തിളച്ച ചായയോ വെള്ളമോ ഒക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് അതിൽ ഇങ്ങനെ പടം തെളിഞ്ഞു വരും. നമ്മൾ ഏത് ഫോട്ടോയാണോ ചെയ്തിരിക്കുന്നത് അതിങ്ങനെ തെളിഞ്ഞു വരും. അപ്പൊ കണ്ടോ, ഞങ്ങൾ തെളിഞ്ഞു വന്നത് കേട്ടോ. ഇതില് 2 പടം വെക്കാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഒരു ഫോട്ടോയും വെച്ചു. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ 4 പേരും കൂടെ ഉള്ള ഒരു ഫോട്ടോയും വെച്ചു കേട്ടോ. ശിവചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കപ്പ്. നമ്മൾ 4 പേരും കൂടെ ഉള്ള ഒരു കപ്പേ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചേട്ടൻ്റെ ഫ്രണ്ടിന്റെ വീട് പാലുകാച്ചിന് പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ പൊന്നുകുട്ടി ഉണ്ടാക്കിയ കേക്കുമായിട്ട് പൊന്നുകുട്ടി വന്നു. അപ്പോൾ വിപ്പിംഗ് ക്രീം വേണോന്ന് പറഞ്ഞ് മേടിച്ചു കൊടുക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നേ. പിന്നെ ആശാത്തി ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്, ഇത് കേക്ക് പോപ്സ്. ഇത് നമ്മുടെ മാതുക്കുട്ടി പറഞ്ഞ ഒരു പോസാണ് കേട്ടോ. മാതുക്കുട്ടി ഭയങ്കര റൊമാൻറ്റിക് പോസുകളുടെ ആളാണ്. സ്ട്രോബെറി അച്ഛനും ഇങ്ങനെ വെച്ച് കടിച്ച് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞു ചെയ്തു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ അത്. ഇങ്ങനെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഈ സ്ട്രോബെറിയുടെ പുറത്ത് ഇടുക എന്ന് പറയുന്നത്. മിൽക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് ലൈറ്റ് കളറായിട്ട് തോന്നുന്നത്. പിന്നെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നവും ഉണ്ട് കേട്ടോ.
ആശാത്തി 2 ലെയർ ആക്കാൻ നോക്കിയപ്പോൾ കേക്ക് അങ്ങ് പൊടിഞ്ഞു പോയി. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ടേസ്റ്റ് ഒക്കെ നല്ലതായിരുന്നു. ഫസ്റ്റ് ആയിട്ട് ബേക്ക് ചെയ്യുന്നതാണെന്ന് കഴിച്ചാൽ പറയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിത് പാലുകാച്ചിന് പോയിട്ട് വന്നതുകൊണ്ടാണ് ഡ്രസ്സ് മാറ്റിയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കി തന്ന ആൾക്ക് കൊടുക്കണമല്ലോ. അപ്പം ദാ പൊന്നുകുട്ടിക്കും കൊടുത്തു. മറ്റേ ആശാത്തി ഇത് ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് എന്നും പറഞ്ഞ് സ്ട്രോബെറി അടിച്ച് മിന്നിച്ച് വിടുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതേ അങ്ങനെ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ 14ാം വിവാഹ വാർഷികവും ഇതിൻ്റെ ആഘോഷവും കഴിഞ്ഞു. അപ്പോൾ ഇനിയും ജീവിതത്തിലെ ആഘോഷങ്ങൾ തീർന്നിട്ടില്ല, ഇനിയും കിടക്കുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതുവരെ ഞങ്ങളെ സ്നേഹിച്ചവർക്കും വെറുത്തവർക്കും ഞങ്ങളെ സഹായിച്ചവർക്കും ഞങ്ങളെ ഉപദ്രവിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങളെല്ലാം ചേർന്നിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.